ഈ ജർമ്മൻ കൊടയുടെ ക്വാളിറ്റി പിടിക്കാത്തതുകൊണ്ട് അങ്ങ് ഇന്ത്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത പോപ്പിക്കൊടയും പിടിച്ചാണ് കേട്ടോ ഞാൻ നടക്കുന്നത്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഇത് ശരിക്കും ഇന്ത്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത പോപ്പിക്കൊട തന്നെയാണ്. നമ്മുടെ പോപ്പിക്കൊടയുടെ ക്വാളിറ്റി ഒന്നും ഇവിടുത്തെ ജർമ്മൻ കൊടയ്ക്ക് ഇല്ല എന്നുള്ളത് ഒരു തുണിയെടുക്കാത്ത സത്യമാണ്. ഇവിടുത്തെ കൊടയ്ക്ക് കൊടുക്കുന്ന കാശിനനുസരിച്ച് അതിന് ക്വാളിറ്റി ഇല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ ജർമ്മൻസ് പൊതുവെ സ്നോ പെയ്യുന്ന സമയത്ത് കൊട പിടിക്കാറില്ല കേട്ടോ. ഞാൻ എന്തായാലും കൊട പിടിച്ചായിരുന്നു പുറത്തിറങ്ങുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചത് സ്നോയിൽ ഏതോ കാട്ടുമൃഗങ്ങൾ ഇറങ്ങുന്നതാണ്. സംഭവം വണ്ടി സ്നോയിൽ സ്റ്റക്കായതാണ്. അയാൾ കഷ്ടപ്പെടുകയാണ്. ടയർ ഉരുണ്ട് കളിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ ചരലിൽ ഉരുളൂലേ ടയർ, അതുപോലെ തന്നെ ഏകദേശം. കഴിഞ്ഞ ദിവസം കാശ്മീരിൽ വണ്ടി ഇങ്ങനെ സ്നോയിൽ കുടുങ്ങിയപ്പോൾ സൈനികർ പോയി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് തള്ളിക്കൊടുത്ത്. അങ്ങനെ നമ്മൾക്ക് തള്ളാൻ ഇവിടെ ആരുമില്ല. നമുക്ക് വേണ്ട പണി നമ്മൾ തന്നെ ചെയ്യണം. എനിക്കിന്ന് ടാക്സ് ഓഫീസിൽ ചെറിയൊരു അപ്പോയിൻമെൻറ്റ് ഉണ്ട്. സ്നോ ആയതുകൊണ്ട് തന്നെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് 4 ദിവസമായി വീട്ടിലിരിക്കുന്നു. ഇന്ന് ഇറങ്ങിയില്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് പുറത്തിറങ്ങി. ഇതിപ്പോൾ സ്നോ പെയ്യുന്നുള്ളതുകൊണ്ട് മുകളിൽ ഒരു ലെയർ മാത്രമേ ഒരു കോട്ടൺ ക്യാൻഡി പോലെ സോഫ്റ്റ് ആയിട്ടുള്ളൂ. അതിനടിയിൽ ശരിക്കും ഐസാണ് കേട്ടോ. നാട്ടിൽ മഴ പെയ്താൽ ചളി പുളിയായി എന്ന് പറയില്ലേ, അതുപോലെ ചളി പുളിയായി കിടക്കുകയാണ് ഇവിടെ. ഞാൻ ഈ ബ്ലാക്ക് ഷൂ ഇട്ട് പുറത്തിറങ്ങുമ്പോൾ എനിക്ക് ഓർമ്മ വരാറ് എന്താണെന്നറിയോ? ഞാൻ 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഗവൺമെൻറ് സ്കൂളിൽ ഒരു നിയമം കൊണ്ടുവന്നു. എല്ലാവരും കറുത്ത ഷൂ ഇടണം സ്കൂളിലോട്ട്. നല്ല പെരുമഴയത്ത് ബാറ്റയുടെ ഷൂ ഇട്ട് കിസ് കിസ് എന്നുള്ള സൗണ്ടിൽ നടത്തമുണ്ടായിരുന്നു. അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞ് ഞാൻ നേരെ പോയത് റേവേ സൂപ്പർ മാർക്കറ്റിലോട്ടായിരുന്നു. ഇത് കണ്ടോ, കിവാനോ. ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ ഇതുപോലൊരു പഴം. ജർമ്മനിയിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മാങ്ങയുടെ അടുത്ത് തന്നെ വെച്ചിട്ടുള്ളതുകൊണ്ട് ചിലപ്പോൾ മാങ്ങയുടെ ടേസ്റ്റ് ആയിരിക്കും. കോമഡി, ആ മാങ്ങയ്ക്ക് എഴുതിയിട്ടില്ല, നിങ്ങൾ വായിച്ചോ? പപ്പായ എന്നായിരുന്നു അതിന് എഴുതിയിട്ടുണ്ടായത്. കഴിഞ്ഞ ദിവസം പോയപ്പോൾ റേവേ സൂപ്പർ മാർക്കറ്റിൽ കാണാത്തൊരു ഐറ്റം ആയിരുന്നു ഇത്. സാധാരണ നമ്മൾ DM സ്റ്റോറിൽ നിന്നാണ് വാങ്ങിക്കാറ്. ഇനിയിപ്പോൾ ഇത് ചെറിയൊരു ആവശ്യമുണ്ട് ഇതിനെ കൊണ്ട്. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലും അവൈലബിൾ ആണല്ലോ ഇത്. അങ്ങനെ സാധനമൊക്കെ വാങ്ങിച്ച് ഞാൻ നേരെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ഇത് കണ്ടോ, ആ പെണ്ണ് വണ്ടിയും എടുത്ത് സ്നോ ക്ലിയർ ചെയ്യാണ്. എന്തായാലും 2 ആൾക്കാരെ വീട്ടിലാക്കിയിട്ടാണ് ഞാൻ പുറത്തിറങ്ങിയത്. അതുകൊണ്ട് എന്തായാലും വീട്ടിലെത്തുമ്പോൾ ഇതിനേക്കാളും വലിയ പണിയായിരിക്കും എനിക്ക് അവിടെ ഉണ്ടാവുക. എന്തായാലും അവസാനമായി ഒരു കാഴ്ച കൂടി കാണിച്ച് ഞാൻ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഇതെന്താണെന്ന് ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ പറയുന്നില്ല. എല്ലാവരും സ്നോമാനും സ്നോ ഏഞ്ചലൊക്കെ ആക്കുന്ന സമയത്ത് ഇങ്ങനെയൊരു സൂത്രക്കാരൻ പലയിടത്തും ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് നമ്മളൊന്ന് മനസ്സിൽ വെക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് പോകണം കേട്ടോ. ബൈ.